ആരും തന്നെ എന്റെ കൺസെന്റോടെ അല്ല ആ വീഡിയോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഇത് സോഷ്യൽ മീഡിയ ആണെന്നും നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ പ്രശ്നം അതല്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്റെ പേജ് കഴിഞ്ഞ ദിവസം അഹാന കൃഷ്ണയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരുപാട് പേര് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ വെച്ച് മാത്രം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത് രണ്ടും സെയിം പ്രൊഡക്റ്റ് ആണ് എന്ന്. അഹാന കൊടുക്കുന്ന എന്തോ അങ്ങാണ്ട് ലോകത്തില്ലാത്ത ക്വാളിറ്റിയുള്ള സാധനമാണെന്നൊക്കെയുള്ള രീതിയിലാണ് കുറച്ച് ആൾക്കാർ വന്നിരുന്ന് സംസാരിക്കുന്നത്. അതായത് തലയ്ക്ക് ബോധം വിവരവും ഇല്ല എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സെയിം മെറ്റീരിയൽ, ഒരു മാറ്റവും ഇല്ലാത്ത സാധനം, ഒരു കാര്യവുമില്ലാതെ അതിന് 2000-3000 രൂപ എക്സ്ട്രാ അങ്ങ് ചാർജ് ചെയ്തിരിക്കുക. ഈ ഒരു സാധനം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അതായത് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളത് തെറ്റുകാരായിട്ട് മാറുവാണ്. എന്ത് ബോധം ഉണ്ടെന്ന് ആലോചിച്ചോണേ. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സായി വേറ എന്നാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ്. ആ ഒരു വ്യക്തി ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിരിക്കുവാണ്. അതായത് പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ അഹാനെ പറ്റിയിട്ട് എന്തായിരുന്നു പറഞ്ഞത്? അഹാനയുടെ പേജിലുള്ള അതേ സാരി തന്നെയാണ് ഞങ്ങൾ സെല്ല് ചെയ്യുന്നത്, പക്ഷേ കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. ഇപ്പം വന്ന് നേരെ അത് തിരുത്തി വന്നിരുന്ന് മെഴുകുന്നുണ്ട്. അതായത് ഏതൊക്കെ രീതിയിൽ അവരെ താങ്ങാൻ പറ്റുമോ അങ്ങേ അറ്റം രീതിയിൽ വന്നിരുന്ന് താങ്ങി സംസാരിക്കുക. വേറെ ഒന്നുമല്ല, കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ അഹാന കൊണ്ടുവന്ന സെയിം സാരി എൻ്റെ പേജിൽ പ്രൈസ് കുറച്ചു കൊടുത്തു, അഹാനയുടെ പേജിൽ അത് ഭയങ്കര റേറ്റിലാണല്ലോ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ എന്തോ വീഡിയോ ആരൊക്കെയോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നു. 2 പിക്ചേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരേ ക്വാളിറ്റിയിലാണ് ആ സാരീസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മറ്റേ ബ്ലൈൻഡ് ആയിട്ട് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഇപ്പൊ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ നമ്മൾ ഏത് രീതിയിൽ അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരാളെയൊക്കെ ഹയർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോസ്റ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഒരു സാരിയുടെ കോസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യമുണ്ട്, ബ്രാൻഡ് വാല്യൂ. അഹാനയോ അല്ലെങ്കിൽ ഇഷാനി ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ ആർക്കാണെങ്കിലും ആ ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വലിയ വലിയ ബ്രാൻഡ്സ് തൊട്ട് അവരെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പം ഇവർ ഈ പറയുന്ന ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് അവർക്കുണ്ടായത്? അതായത് ജനങ്ങൾ കാരണം, ജനങ്ങൾ അവരുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായതാണ് അവർക്ക്. അല്ലാതെ ഈ പറയുന്നവർക്ക് എന്ത് ബ്രാൻഡ് വാല്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഇടയ്ക്ക് കൃഷ്ണകുമാറിന് ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊറോണ സമയത്ത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ എന്ന് വരെ പറഞ്ഞ വ്യക്തിയാണ് കൃഷ്ണകുമാർ. മനസ്സിലായ? അപ്പോൾ ഈ ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് തട്ടിപ്പും കാണിക്കാം. അതായത് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും കാണിച്ചോട്ടെ, അവർ എന്ത് തട്ടിപ്പോ കാണിച്ചോട്ടെ. അതാണോ അതിൻ്റെ ഒരു മര്യാദ? ഇപ്പോൾ കുറേ ആൾക്കാർ പല പ്രൊഡക്ട്സും പ്രൊമോട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറകെ ഓരോരുത്തർ കടന്ന് ഓടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കൂടുതലായിട്ട് അവനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നില്ല. അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് വ്യാജമായിട്ടുള്ള ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ ഉടായ്പകൾ കാണിക്കുക. ഇത് പറയുന്നതിന് എന്തെങ്കിലും ഒരു മര്യാദ വേണം. ഈ പറയുന്ന വ്യക്തി തന്നെയാണ് വന്നിരുന്നത്, അയ്യോ അഹാനയുടെ പേജിലുള്ള സെയിം സാധനമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്, ഞാൻ അഹാനയുടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതൊന്നും അല്ല, പക്ഷേ ഇത് കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം താനും നടത്തുന്നത് തട്ടിപ്പല്ലേ? ആ ഒരു ബ്രാൻഡ് വാല്യൂ അവർക്കുണ്ട്, അപ്പൊ അതും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിപ്പം അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, അത് മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുണ്ടാക്കിയെടുത്തതാണ്, അവരുടെ ഹാർഡ് വർക്കിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തതാണ് അവരുടെ ബ്രാൻഡ് വാല്യൂ. അപ്പൊ അവരത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത്, പണ്ട് മമ്മൂട്ടി ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു സോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സോപ്പ് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ എത്ര കറുത്തിരിക്കുന്ന ആൾക്കാരും വെളുക്കുമെന്നും പറഞ്ഞങ്ങണ്ടായിരുന്നു അതിൻ്റെ പരസ്യം വന്നത്. അത് തേച്ച് കുളിച്ച ഒരു ചേട്ടൻ വെളുത്തില്ല എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി കോടതിയിൽ കേസ് കൊടുത്ത് അവസാനം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അതുപോലെ എനിക്കിത് ഫീൽ ചെയ്യുന്നത്. സെയിം സാധനം, ഒരു മെറ്റീരിയലിന് പോലും ഒരു വ്യത്യാസമില്ല. ഞാൻ പേഴ്സണലി ആ സാരി സെല്ല് ചെയ്ത ഒരു പേജ് ഉണ്ടായിരുന്നല്ലോ, പേജ് ഞാൻ മറന്നുപോയി. ആ പേജിലുള്ള വ്യക്തി തന്നെ പറഞ്ഞതാണ്, ഇതും ആ ഒരു സാരിയും അഹാന സെല്ല് ചെയ്യുന്ന സാരിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, അത് വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന എമൗണ്ടിന് തന്നെയാണ് അവർ സെല്ല് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതിപ്പോഴും മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാർ. എന്തുവാടെ ഇത്? കാര്യം നിങ്ങളൊന്നും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സെയിം മെറ്റീരിയൽ അപ്പുറത്ത് എന്താ ശാന്തമ്മയെന്നും രുക്മിണിയെന്നും തങ്കമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിൽ വില കൂട്ടി അങ്ങ് സെല്ല് ചെയ്യുക. പൈസ എടുത്തോ, ശരിയാണ്, അത് കൊണ്ടുവരുന്നതിന് എക്സ്പെൻസ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്, അംഗീകരിക്കാം. പക്ഷേ അതിന് 10,000 രൂപ എക്സ്ട്രാ ആയിക്കോട്ടെ, പക്ഷെ 3,000-4,000 രൂപയുടെ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? യൂട്ടിലൈസ് ചെയ്യുന്നു. ഞാൻ 2 വീഡിയോസ് ആണ് കണ്ടത്. 2 വീഡിയോസ് പോസ്റ്റ് ചെയ്ത ആൾക്കാർ ആരും തന്നെ എന്റെ കൺസെന്റോടെ അല്ല ആ വീഡിയോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഇത് സോഷ്യൽ
സോഷ്യൽ മീഡിയയിൽ ഇട്ട സാധനം അതിനെന്തിനാണ് തൻ്റെ കൺസെൻറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ സത്യം പറഞ്ഞ വിഡ്ഢിത്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ പേഴ്സണലി മെമ്പർഷിപ്പ് തുടങ്ങിയോ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയോ അതിനകത്ത് ഇട്ട സാധനമല്ല. അതാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് എൻ്റെ പെർമിഷനിലൂടെ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അതിനകത്ത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഇത് എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന്. ഞങ്ങളിപ്പോഴും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്, അല്ലാതെ തന്നെ ഒരിക്കലും നെഗറ്റീവ് ഷെയ്ഡിലോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ കണ്ടാൽ താനെ ഉറപ്പായിട്ടും എടുത്ത് വെച്ച് പ്രതികരിക്കുക, ഇതും എടുത്ത് വെച്ച് പ്രതികരിക്കുക. ഇതും തൻ്റെ പെർമിഷനും കാര്യങ്ങളൊന്നും വേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തനിക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുക, വലിയ കാര്യമൊന്നുമില്ല. അത് അതേപോലെ പൊട്ടിക്കാനും നമുക്കറിയാം. തനിക്ക് വേണം അങ്ങനെ ചെയ്യാം. അല്ല ഇതിനകത്ത് എന്തോ ചെയ്യാനാ? ഞാൻ പറയുന്നത് നിങ്ങളുടെ വായും കൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ജനങ്ങളെ കേൾപ്പിച്ചു കൊടുത്തത്. ഇതിൻ്റെ താഴെ ദിയാകൃഷ്ണയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ദിയാകൃഷ്ണ പിന്നെ എവിടെ ഒളിച്ചിരിക്കുകയാണ്. കാര്യം കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ അടുത്ത വിവാദത്തിലൊന്നും ചെന്ന് പെടുന്നില്ല. മീഡിയ ആണെന്നും നമ്മുടെ വീഡിയോസൊക്കെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എൻ്റെ പ്രശ്നം അതല്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പേജിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഞാൻ എവിടെയും ക്ലെയിം സെയിം ബട്ട് ഡിഫറെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് മാത്രമാണെന്നാണ് അത് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവുന്നത്. ആ വീഡിയോ ഞാനിവിടെ അത് വെച്ച് തരാം. എന്തായാലും ബാക്കിയോടെ പറ. ചെയ്തിട്ടില്ല. അഹാനയുടെ സെയിം സാരിയാണ് ഇതെന്ന് ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. ഈ യൂട്യൂബിൽ പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോസ് യൂസ് ചെയ്ത് ഞാൻ 2 വീഡിയോസ് ആണ് അങ്ങനെ കണ്ടത്. അവർ രണ്ടുപേരും എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, അതായത് ഇത് സെയിം സാരിയാണോ, ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഈ പ്രൈസിന് വേരിയേഷൻ വരാൻ റീസൺ എന്നൊന്നും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പ്രൈസ് കുറവാണെന്നും പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു പുള്ളിക്കാരൻ മാത്രമാണ് എന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു എന്താ ഇതിന് നിങ്ങളുടെ സെയിം തന്നെയാണോ അഹാന ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരാൾ മാത്രമേ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. ആ പുള്ളിക്ക് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു പുള്ളിക്കാരി വന്നിരുന്ന് പറയുന്നുണ്ട് കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ, അങ്ങനെയൊന്നുമില്ല. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൽ കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഒരൊറ്റ ഓർഗാൻസേ ഉള്ളൂ. അങ്ങനല്ല. സിന്തറ്റിക് ഓർഗാൻസ, ഇപ്പൊ പ്യുവർ ഓർഗാൻസ, എംബ്രോയിഡറി ചെയ്യുന്ന ഓർഗാൻസ, പിന്നെ ടിഷ്യൂ ഓർഗാൻസ, അങ്ങനെ പറഞ്ഞു ഓർഗാൻസയ്ക്ക് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇത് സംഭവം ഒന്നും അറിയോ, ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റിന് ഇവർ സാധനം എടുക്കുന്നു, ഇവരതിനകത്ത് 10 രൂപ കൂട്ടി കൊടുക്കുന്നു. സിമ്പിൾ സംഭവം, മനസ്സിലായ? ഈ ആനയുടെ കേസിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം കൂട്ടി കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കൂടുതലായിട്ട് എക്സ്പ്ലനേഷനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് വിശ്വസിക്കാൻ നിൽക്കുന്ന കുറേ ജനങ്ങളുണ്ട്. അതായത് ഇവരെന്തോ ഭയങ്കര ഇവരെങ്ങാണ്ടില്ല എന്താ പറയുന്നില്ല, മറ്റേ സിൽക്സ് ഉണ്ടല്ലോ, അവരുടെ കണക്ക് പോയി ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ടല്ലോ, നെയ്ത്തുകാരെന്ന് പറയുന്നത്, അവിടെ പോയി തുന്നിപ്പിടിപ്പിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന മട്ടിലാണ് കുറച്ച് ആൾക്കാർ വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവരെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് അവരിതുവരെ മനസ്സിലായിട്ടില്ല അവർ പറ്റിക്കപ്പെടുവാണെന്ന്. നിങ്ങൾ ഒരു കാര്യം വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കും. ഞാനിവിടെ 2 ഫോട്ടോ വെച്ചിട്ടല്ല കമ്പയർ ചെയ്തത്, ഞാൻ ആ 2 വീഡിയോ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അതായത് അഹാനയുടെ ആ ഒരു പേജിനെ കാട്ടിയും ഫോളോവേഴ്സ് ഉള്ള ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ ആ ചാറ്റ് എടുത്ത് സൈഡിൽ കാണിച്ചത്. ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. സിന്തറ്റിക് ഓർഗാൻസൊക്കെയും പ്യുവർ ഓർഗാൻസൊക്കെ തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള ഡിഫറൻസസ് വരാം. കുറച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് വന്നിരുന്ന് പറയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആരെങ്കിലുമൊക്കെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ വന്ന് കയറിയിരുന്ന് പറഞ്ഞ് ബാക്കിയുള്ള നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ. കസ്റ്റമേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് എവിടുന്ന് വാങ്ങണം, ആരുടെ അടുത്തുനിന്ന് വാങ്ങണം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അത് ഏത് പേജിലാണോ കാണുന്നത് അവിടുന്നാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ ചോയ്സസ് മാത്രമേ അതിൽ വരാൻ പാടുള്ളൂ. അതിൽ പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. എങ്കിൽ പിന്നെ കഴിവതും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കട്ടെ, അതായിരിക്കും കൂടുതൽ നല്ലത്. താഴെ ദിയാകൃഷ്ണൻ്റെ ഒരു കമൻറ്റ് അവിടെ കാണിച്ചു തരാം. ദിയാകൃഷ്ണ കൈയടിച്ചുകൊണ്ടൊക്കെ മറ്റേ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇനി ഇതിനെ പറ്റിയിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കണ്ടറിയാം. എന്തായാലും ഇത്രയും പറഞ്ഞ ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ. അഹാന കൃഷ്ണയുടെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്,
ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്ന ബ്ലൗസും അവൈലബിൾ ആണ്. അപ്പൊ അഹാനയുടെ കയ്യിലുള്ളത് സോൾഡ് ഔട്ട് ആയെന്നാ കേൾക്കുന്നത്. എന്റെ കയ്യിലുള്ളത് സോൾഡ് ഔട്ട് ആകുന്നതിന് മുന്നേ വേഗം വാങ്ങിച്ചു. പർച്ചേസ് ചെയ്യാൻ എയ്തർ DM ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു. കേട്ടല്ലോ, ഇതിനകത്ത് കളർ ചേഞ്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു അതേ സെയിം മെറ്റീരിയൽ അല്ല, ഈ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനൊത്തിരി പ്രൈസ് കുറവാണ് എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാറുന്നില്ലേ. എന്തേ അത് ചെയ്തില്ല? നിങ്ങൾ ഇത്രയും താളങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി ചെയ്തായിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നേനെ. ചുമ്മാതെ വന്നിരുന്നിട്ട് വെറുതെ ന്യായീകരിക്കാൻ നിൽക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരുപാട് പേര് ഈ ഒരു വിഷയത്തിൽ ന്യായീകരണമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് അവർ ചെയ്ത് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ്. ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. സെയിം മെറ്റീരിയൽ എന്തിനാണ് ഈ പറയുന്ന രീതിയിലുള്ള വില വ്യത്യാസം വരുന്നത്? സെയിം അല്ലെങ്കിൽ ഓക്കെ, അംഗീകരിക്കാം. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ ഒരുപാട് റെപ്ലിക്കാസ് വരുന്നുണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട ബ്രാൻഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തിനും വാച്ചിൻ്റെ തന്നെ എടുക്കാം. റോളക്സിൻ്റെ ഒക്കെ ഒറിജിനൽ വാച്ചിൻ്റെ റെപ്ലിക്ക തന്നെ വരുന്നുണ്ട്. റെപ്ലിക്ക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ കേസിൽ അങ്ങനെയല്ല. ഇത് സെയിം സാധനം, പക്ഷേ അവരുടെ പേജിൽ മാത്രം വില കൂടുതൽ. അത് ശരിയുള്ളൊരു പരിപാടിയാണോ? ഇത് മാത്രമാണ് ആൾക്കാർ ചൂണ്ടിക്കാണിച്ചത്. അതിന് അവരെ കടന്ന് ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എന്തായാലും ഇത്രയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.